ഹലോ ഗേസ്, അപ്പോൾ നമ്മളെല്ലാവരും ബിഗ് ബോസ് ഇങ്ങനെ കണ്ടിങ്ങനെ ഒരു കണ്ടന്റുമായിട്ട് ഇങ്ങനെ കുത്തിരിക്കുന്നല്ലോ അല്ലേ. ഇനി നാളത്തോടു കൂടി ഇത് കഴിഞ്ഞല്ലോ അല്ലേ. നമ്മൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ആകാംക്ഷയോട് കൂടി ബിഗ് ബോസ് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ അതിലൂറെ തെറ്റിപ്പിരിയും എന്നുള്ള ഇതിൽ നിന്നിരുന്നത്. ഒരുപാട് ആൾക്കാർ നൂറിനെ മാത്രം കാണാൻ വേണ്ടി, അവളുടെ ആ സംസാരം മാത്രം കേൾക്കാനും വേണ്ടി നിൽക്കുന്നവരല്ലേ. എല്ലാ ദിവസവും നമുക്കൊരോ കണ്ടന്റ് ആയിനി, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ. അതിലിനി ഒരിട്ട് പിരിഞ്ഞതുമില്ല, നമുക്കോരോ ദിവസം ഓരോ കണ്ടന്റും ആയിനി. എന്നിട്ട് ഓല് പിരിയാനും പോവില്ല. നിങ്ങളൊക്കെ ബിഗ് ബോസ് കണ്ടോട്ടെ, മുത്തുമാമ കാണാതെ തല മറിഞ്ഞ് നിന്നോട്ടോ. മുത്തുമാമൻ ചളിയൊന്നും കാണാതെ നിൽക്കട്ടുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെ വലിയ ആളായിട്ട് ബിഗ് ബോസ് ഒക്കെ കണ്ടോളി. മുത്തുമാമ തലയും കുത്തി മറിഞ്ഞ് നിന്നോളും. പക്ഷെ നിങ്ങളുണ്ടല്ലോ, ആ മുത്തുമാമൻ്റെ വീഡിയോകളൊന്ന് കാണാൻ നിൽക്കണ്ടോ. എന്താ അറിയോ, എപ്പം നോക്കിയാലും ഈ യൂട്യൂബ് ചാനൽ ഉള്ളൂ. എന്താ ഇപ്പം ചെയ്യലേ. ഇപ്പം മക്കൾക്ക് വേണ്ടിയിട്ടുള്ളൊരു യൂട്യൂബ് ചാനൽ 1ാം ക്ലാസ്സിലൊക്കെ എത്തിയാലൊക്കെ കാണുമെന്ന് എനിക്ക് തോന്നണേ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മുത്തുമാമൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കാണേണ്ടതല്ലേ മക്കളെ. മുത്തുമാമൻ്റെ വീഡിയോസൊന്നും നിങ്ങൾ കാണാൻ നിൽക്കണ്ട. ആ ചീസ് വീഡിയോസാ. ഇനി മുത്തുമാമനും കൂടി പറഞ്ഞേക്കല്ലേ. ഓക്കെ, യൂട്യൂബ് ചാനൽ മാത്രമേ ഉള്ളൂ. പിന്നെ മുത്തുമാമൻ്റെ പണിയൊന്നും കേൾക്കണ്ട കേട്ടോ. ചാനൽ മാത്രമേ ഉള്ളൂ. ഇവിടെ മുത്തുമാമക്ക് പണിയുള്ളൂ. ബിഗ് ബോസ് കാണാൻ നിൽക്കരുത്. പക്ഷെ നിങ്ങളൊക്കെ ബിഗ് ബോസ് കണ്ടോളി. അതിന് ഞാൻ പറഞ്ഞതെന്നുള്ളൂ, വേറൊരു കാര്യമില്ല. എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ കാണുന്നെങ്കിൽ കണ്ടോളി. ഞാൻ മുത്തുമാമനോട് മാത്രം പറയണ, പക്ഷെ എനിക്കറിയില്ല എന്താന്ന്. പക്ഷേ എപ്പോഴും ഉണ്ട് മുത്തുമാമക്ക് ജോലി. പക്ഷെ അടുക്കള ജോലിയാണ്. വീട്ടിൽ പുറത്തേക്ക് പോകാൻ. പിന്നെ ഇവിടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. സാധനങ്ങൾ ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എപ്പോഴും ആൾക്കാർ എന്തെങ്കിലും ചോദിച്ചാൽ അവിടെ ഉണ്ടോ നോക്കാൻ പോകും. അതാണ് കഥ. മതി. മുത്തുമാമക്ക് എപ്പോഴും എല്ലാവർക്കും വിൽക്കെടുത്തിട്ട് പൈസ ഉണ്ടാക്കുക. നീ പറയണ ഞാൻ പറഞ്ഞോളാ. വേണ്ട, ഞാൻ പറഞ്ഞോളാ. നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാ. നിനക്ക് കഷ്ടാവൂലേ? എനിക്ക് കഷ്ടാവൂലേ? ആരും പറയാ അല്ല. ഇച്ച് പറഞ്ഞെന്താ, ഞാൻ പറഞ്ഞോളാ. ഇജ് പറയണ്ട, ഞാൻ പറഞ്ഞോളാ. ഇജ് പറഞ്ഞില്ല. എന്താ നിനക്കൊക്കെ എപ്പോഴും നീ അങ്ങനെ പറയുള്ളല്ലോ. ഞാൻ നീ എങ്ങനെയല്ലേ പറയല്. നീ അതിന്റെ അമ്പങ്ങോട്ട് വരുമ്പോ നീ കരച്ചില് വരല്ലേ. നീ എന്തിനാ അത് കുറച്ച് കഴിയുന്നേ? അതിന് ഞാൻ കരയലും പറഞ്ഞണ്ട്. അതിന് എൻ്റെ പറ്റി പോകുമ്പോ ഞാൻ രാവിലെ നീക്കുമ്പോ എനിക്കറിയില്ലല്ലോ നീ എവിടെ പോയി. അപ്പൊ ഞാൻ ഉണ്ടാവൂലേ നീ